നാളുകളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ ഇനിയും ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ അറ്റുപോയിരിക്കുന്നു. Lost hope for the future. This is the situation. ഇതാണ് ജീവിത സാഹചര്യം. ഈ ജീവിതയാത്രയിലെ ജീവിത സാഹചര്യം ഇതാണ്. ഇവിടെയാണ് പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ധൈര്യത്തോടിരിപ്പാൻ ആജ്ഞാപിക്കുന്നത്. വെറുതെയല്ല, ജീവിതത്തിൻ്റെ അനുഭവമാണ് പൗലോസിനെ ഇത് പറയിപ്പിച്ചത്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം ഉൾക്കൊള്ളുന്ന മനുഷ്യനാണ് പൗലോസ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ജീവിതത്തിൻ്റെ അന്തർതലങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞു. Paul is not a Christologos person, but he is a Christophorus person. ക്രിസ്തു വിജ്ഞാനീയനല്ല പൗലോസ്, നേരെ മറിച്ച് ക്രിസ്തുവിനെ അനുഭവിക്കുന്നവനാണ് പൗലോസ്. ദമസ്കോസിലേക്കുള്ള യാത്രയിൽ അവൻ യേശുവിനെ അനുഭവിച്ചു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? ആ ചോദ്യം പൗലോസ് തിരിച്ചു ചോദിക്കുന്നു, നീ ആരാകുന്നു? അവൻ ഉത്തരം ലഭിച്ചു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. അവൻ മരിച്ച് അടക്കപ്പെട്ടവനല്ല, അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണ്. അവൻ എന്നോട് വ്യക്തമായി സംസാരിച്ചു. He spoke to me. ഞാൻ അത് അനുഭവിച്ചതാണ്. എൻ്റെ കണ്ണുകളുടെ അന്ധത അത് അവൻ തൊട്ടു മാറ്റിയവനാണ്. തുടർന്നുള്ള മിഷനറി യാത്രകളിലൊക്കെ ദൈവകൃപയെ അനുഭവിച്ച് മുൻപോട്ട് പോയവനാണ്. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ നിറഞ്ഞ, വിഷമതകൾ നിറഞ്ഞ ഈ സാഹചര്യത്തിൽ തകർന്നു പോകുവാൻ കഴിയുന്ന ജീവിത ചുറ്റുപാടുകളുടെ മധ്യത്തിൽ പൗലോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത് ജീവിതത്തിൻ്റെ അനുകൂലമായ അനുഭവങ്ങളിലല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരയ്ക്കുന്നത് ജീവിതത്തിൻ്റെ പ്രതികൂലമായ സാഹചര്യങ്ങളാണ്. നീ ആരാണെന്നും നീ ആരുടെ വകയാണെന്നും ഒക്കെ തിരിച്ചറിയുന്നത് ജീവിതത്തിൻ്റെ വൈഷമ്യതകളുടെ മധ്യത്തിലാണ്, ജീവിതത്തിൻ്റെ മരുഭൂമി തുല്യമായ അനുഭവങ്ങളുടെ മധ്യത്തിലാണ്, പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലാണ് നീ ആരാണെന്നും ആരുടെ വകയാണെന്നും തിരിച്ചറിയുന്നത്. പൗലോസ് അവിടെ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറയുകയാണ്, ധൈര്യപ്പെടുവീൻ. ഇതാണ് പൗലോസിന് പറയുവാനായിട്ടുള്ളത്. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഇവിടെ നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ഇപ്രകാരമുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം കർത്താവ് നിങ്ങളോട് പറയുകയാണ്, മകനെ മകളെ, ആകുലപ്പെടരുത്, ആകാംക്ഷപ്പെടരുത്, നിരാശപ്പെട്ടു പോകരുത്, നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നിരാശയുടെ അനുഭവത്തിലേക്ക് പോകരുത്. നീ ധൈര്യപ്പെടണം. എന്തുകൊണ്ടെന്നാൽ എന്നെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. എ ഗോഡ് ഹു ടേക്കിംഗ് കെയർ ഓഫ് മൈ ലൈഫ്. എന്നെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഇതാണ് ആവശ്യം. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ എന്നെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ധൈര്യത്തോടിരിക്കണം. ഭയപ്പെടരുത്, നിരാശപ്പെടരുത്.
ഞാൻ വായിച്ച ഒരു പുസ്തകത്തിൽ കെന്നഡി കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന റോസ് കെന്നഡി എന്ന മഹതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം രോമാഞ്ചജനകമായിട്ടാണ് വായിക്കുവാൻ കഴിഞ്ഞത്. മാധ്യമ പ്രവർത്തകർ 86-ാമത്തെ വയസ്സിൽ വൃദ്ധയായിരിക്കുന്ന ഈ മഹതിയുടെ മുൻപിൽ മാധ്യമ പ്രവർത്തകർ അഭിമുഖത്തിനായി ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച റോസ് കെന്നഡി എന്ന 86 വയസ്സുകാരി തൻ്റെ മകൾ റോസ് മേരി മാനസിക നിലതെറ്റിയ രോഗിയായ തൻ്റെ മകൾക്ക് പോറിറ്റ് വാരി കൊടുക്കുകയാ, കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ കണ്ടത്. മാധ്യമ പ്രവർത്തകർ അതിശയിച്ചു പോയി. റോസ് കെന്നഡി കുടുംബത്തിലെ ഏറ്റവും പ്രായം ചെന്ന ആ മഹതി 103-ാമത്തെ വയസ്സിലാണ് മരിച്ചത്. ആ മഹതി 86-ാമത്തെ വയസ്സിൽ മാധ്യമ പ്രവർത്തകർ അവരെ കാണുമ്പോൾ കണ്ട കാഴ്ച, അമ്മ തൻ്റെ സ്വന്തം മകൾ മാനസിക നില തെറ്റിയ സ്വന്തം മകൾക്ക് കഞ്ഞി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. റോസ് കെന്നഡി ഭർത്താവ് അകാലത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 5 മക്കൾ: ജോസഫ് കെന്നഡി, റോസ് മേരി, കാതറിൻ, റോബർട്ട് കെന്നഡി, ജോൺ കെന്നഡി. 5 മക്കൾ. ഈ 5 മക്കളെയും പുലർത്തേണ്ട ആ ദൗത്യം താൻ ഏറ്റെടുത്തു. വളരെ പ്രയാസപ്പെട്ട ഈ 5 മക്കളെയും വളർത്തി. മൂത്ത മകൻ ജോസഫ് കെന്നഡി ആർമിയിൽ ജോലിയിലേക്ക് പ്രവേശിച്ചു. അമ്മയ്ക്ക് ഇത്തിരി ആശ്വാസമായി. മറ്റു മക്കളുടെ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. വളരെ സന്തോഷിച്ചു, ദൈവത്തിന് സ്തോത്രം ചെയ്തു. എന്നാൽ ഈശാനാമ്പൂലൻ എന്ന കാറ്റ് ആ കുടുംബത്തിൽ വീണ്ടും ആഞ്ഞടിക്കുകയായിരുന്നു. ജോസഫ് കെന്നഡി 1-ാം ലോകമഹായുദ്ധത്തിൽ യുദ്ധമുഖത്ത് വെച്ച് വെടിയേറ്റ് മരിക്കുകയാണ്. ആ ന്യൂസ് ഭവനത്തിലെത്തിയപ്പോൾ തൻ്റെ സ്വന്തം സഹോദരൻ്റെ ഈ ലോകത്തിൽ നിന്നുള്ള വേർപാട് കേട്ട് റോസ് മേരി എന്ന സഹോദരി മാനസിക നില തെറ്റിയതാണ്. കാതറിൻ, അവൾ പഠിച്ചു. പ്ലെയിൻ പറപ്പിക്കണം എന്നാണ് ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പരിശീലനം, ആ പരിശീലനത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ അവളായിരിക്കുന്നു. എന്നാൽ അവൾ പറപ്പിച്ചുകൊണ്ടിരുന്ന ആ വിമാനം അത് അപകടത്തിൽപ്പെടുന്നു. അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കറിയാം, റോബർട്ട് കെന്നഡിയും ജോൺ കെന്നഡിയും അമേരിക്കയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്ര ക്രൂരമായ വിധത്തിൽ കൊല ചെയ്യപ്പെട്ട രാഷ്ട്ര നേതാക്കൾ. 5 മക്കൾ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ 4 പേരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. 86-ാമത്തെ വയസ്സിൽ മാനസിക നില തെറ്റിയ മകൾക്ക് കഞ്ഞി വാരിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ അവരെ അഭിമുഖം ചെയ്യുമ്പോൾ ആ മാധ്യമ പ്രവർത്തകർ അവരോടൊരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യമായിരുന്നു, ഹൗ കുഡ് യു സർവൈവ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ ദീസ് അട്രോസിറ്റീസ്? ഈ ജീവിതത്തിന്റെ വേദനാജനകമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നിനക്കെങ്ങനെ നിൽക്കുവാൻ കഴിഞ്ഞു? അവൾ മറുപടി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ കരുതുന്നവനാണ്. ഞാൻ വിശ്വസിക്കുന്ന ദൈവം എന്നെ കരുതുന്നവനാണ്. A God who is taking care of my life. അവൻ ജീവിക്കുന്നവനാണ്. കണ്ടോ,
ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോകാതെ, ഭീരുവായി തീരാതെ ധൈര്യപൂർണയായി അവൾ നിൽക്കുകയാണ് ലോകത്തിന് സാക്ഷ്യമായി. God is taking care of my life. എന്റെ ജീവിതത്തെ കാത്തുപരിപാലിക്കുന്ന ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ധൈര്യപ്പെടണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ധൈര്യപ്പെടണം. എന്തുകൊണ്ടെന്നാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ! എത്ര നല്ല അനുഭവമാണ്. നഷ്ടങ്ങൾ വരട്ടെ, രോഗങ്ങൾ വരട്ടെ, ഭാരങ്ങൾ, ക്ലേശങ്ങൾ, വേദനകൾ എല്ലാം വരട്ടെ, എൻ്റെ കർത്താവ് എന്നെ കരുതുന്നുവെങ്കിൽ, എൻ്റെ കർത്താവ് എന്നെ കരുതുന്നുവെങ്കിൽ, അവൻ എന്നെ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ധൈര്യമായി നിൽക്കും. ഈശാമൂലൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈശാമൂലൻ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ധൈര്യപൂർണനായി നിൽക്കും. എന്നെ കരുതുന്ന ഒരു ദൈവം ജീവിക്കുന്നു. രണ്ടാമത് ഈ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മറ്റൊരു ദർശനമുണ്ട്. My God is not far away from me, and He is standing nearby my problems. എൻ്റെ ദൈവം എന്നിൽ നിന്ന് ദൂരത്തായി ജീവിക്കുന്നവരെല്ലാം, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവനാണ്. നടുവിൽ ജീവിക്കുന്നവനാണ്. എൻ്റെ പ്രശ്നങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലും അവൻ നിൽക്കുന്നവനാണ്. My God is not far away from me, but He is in the midst of all my problems, all my atrocities. ഇവിടെ പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. കണ്ടോ, എത്ര സുന്ദരമാണിത്. ഞാൻ, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. നോക്ക് ദൈവമക്കളെ, ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് മുൻപുള്ള തലേ രാത്രി, പെസഹായുടെ അനുഭവം, ആ സന്ധ്യ, ആ രാത്രി, അത് സംഘർഷമുഖരിതമാണ്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ആ രാത്രി സംഘർഷമുഖരിതമാണ്, പ്രശ്ന സങ്കീർണമാണ്. ഒറ്റുകൊടുക്കുന്ന അനുഭവങ്ങൾ, തള്ളിപ്പറയുന്ന അനുഭവങ്ങൾ. എന്നോടുകൂടെ ഒരു നിമിഷം ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിപ്പാൻ വേണ്ടി പോയി തിരിച്ചു വരുമ്പോൾ ആ രാത്രിയിൽ അവൻ കണ്ട കാഴ്ച, താൻ ആരോടാണോ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് അവർ നല്ല നിദ്രയിലാണ്. താൻ സ്നേഹിച്ചവരാണ്, തൻ്റെ ശിഷ്യരാണ്. ആ രാത്രി അതികഠിനമാണ്. കോഴി കൂകും മുമ്പേ ഈ രാത്രിയിൽ നീ എന്നെ 3 വട്ടം തള്ളി പറയുമെന്ന് പത്രോസിനോട് പറഞ്ഞ് ആ വാക്കുകൾ ആ രാത്രിയിൽ പൂർണ്ണമാകുകയാണ്. സ്വന്തം ശിഷ്യൻ തള്ളിപ്പറഞ്ഞു, ഒറ്റുകൊടുത്തു. സംഘർഷമുഖരിതമായ ജീവിതം, മനസ്സ് മുഴുവൻ വേദനയാണ്, ഹൃദയവേദനയാണ്. വേദപുസ്തകത്തിൽ എഴുതി, യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: അവൻ്റെ ഉള്ളം പ്രാണവേദന പോലെയായി തീർന്നു. പ്രാണവേദന അനുഭവിക്കുന്ന ആ രാത്രി തൻ്റെ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി അവൻ പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. ആ രാത്രി വേദനയുടെ അനുഭവങ്ങളാണ്.
അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. അത്രയധികം ആത്മസംഘർഷങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആ രാത്രി. എന്നാൽ നിങ്ങൾ നോക്കണം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 43-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ പ്രത്യക്ഷനായി. കണ്ടോ? തകർന്നുപോയ ക്രിസ്തുവിൻ്റെ ആ രാത്രി, സംഘർഷമുഖരിതമായ ആ രാത്രി, വേദനാജനകമായ ആ രാത്രി, തള്ളിപ്പറച്ചിലുകളുടെയും പരിഹാസത്തിൻ്റെയും ദുഷികളുടെയും നിന്ദകളുടെയും ആ രാത്രി, വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറി. ലൂക്കോസ് മാത്രമേ അത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവനെ ശക്തിപ്പെടുത്തുവാൻ അവൻ്റെ അടുക്കൽ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷനായി. പ്രിയ ദൈവമക്കളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന് പ്രതീക്ഷ നൽകുന്നത്, പ്രത്യാശ നൽകുന്നത്. എൻ്റെ ദൈവം എന്നിൽ നിന്നും ദൂരെയല്ല. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ എൻ്റെ യേശു നിൽക്കുന്നവനാ. യേശു അവൻ നിന്നു. എവിടെയാണ്? ഇതാ കുരുടനായ ബർത്തിയുമായി വഴിയരികിൽ നിന്ന് നിലവിളിച്ചു: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ശിഷ്യന്മാരും ചുറ്റുമുള്ളവരും പറഞ്ഞു: അടങ്ങിയിരിക്കുക. വളരെ വേഗതയിൽ യാത്രയിൽ മുൻപോട്ട് പോകുന്ന ക്രിസ്തുവും അവന്റെ നിലവിളി കേട്ടു. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവിടെ നിന്നു. He stopped his journey because he heard the cry of this person. ബർത്തിമായി എന്ന കുരുടനായ മനുഷ്യന്റെ ആ കരച്ചിൽ, നിലവിളി അവൻ കേട്ടു. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ വളരെ വേഗതയിലുള്ള യാത്ര അവിടെ നിർത്തി. അവൻ അവിടെ നിന്നു. എന്താണോ അവൻ ആവശ്യമായിരുന്നത് അത് നൽകി അവൻ്റെ ജീവിതത്തിൻ്റെ പുതുക്കത്തിലേക്ക് അവനെ പ്രവേശിപ്പിച്ചു. എത്ര അനുഗ്രഹീതമാണ്! എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ, പ്രതിസന്ധികളിൽ, ഭാരങ്ങളിൽ, വേദനകളിൽ, രോഗങ്ങളിൽ എൻ്റെ അടുക്കൽ നിൽക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം അത് തിരിച്ചറിയണം. എൻ്റെ യേശു ജീവിക്കുന്നു. മൂന്നാമതായി, നിങ്ങൾ ധൈര്യത്തോടിരിക്കണം. എന്താ കാരണം? നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിലും പ്രയാസങ്ങളിലും തകർച്ചകളിലും ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. There is a purpose behind all this tragedy. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. പൗലോസ് പറഞ്ഞു, എന്താ ഉദ്ദേശം? ഒന്ന്, നീ കൈസരുടെ മുൻപിൽ നിൽക്കണം. കൈസർ ദൈവത്തെ കേൾക്കണം. റോമൻ ചക്രവർത്തിയായ കൈസർ യേശുവിനെ കേൾക്കണം. രണ്ട്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെല്ലാം നിനക്കായി ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. They will be also hearing Jesus. They will be also experiencing Christ in their life. അതാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. നീ കൈസറുടെ മുൻപിൽ നിൽക്കണം. എന്തുകൊണ്ടെന്നാൽ കൈസർ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരൊക്കെയും ദൈവം നിനക്ക് ദാനമായി നൽകിയിരിക്കുന്നു. There is a purpose in this tragedy. നമ്മുടെ ജീവിതത്തിൻ്റെ വൈരുദ്ധ്യങ്ങളുടെ മധ്യത്തിൽ,
പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ പകച്ചു പോകരുത്. ദൈവത്തിന് ഇതൊക്കെ പുത്തൻ സാധ്യതകളായി മാറ്റുവാൻ കഴിയും. നോക്ക്, മോശയും ഇസ്രായേൽ മക്കളും ചെങ്കടലിന് അഭിമുഖമായി നിൽക്കുകയാണ്. ഇതാ ഫറവോന്റെ സൈന്യം വരുന്നതും അവർക്ക് കാണാം. നിമിഷ നേരങ്ങൾക്കുള്ളിൽ എല്ലാം അവസാനിക്കും. യാതൊരു വഴിയുമില്ല. അസാധ്യമെന്ന് തോന്നുന്നതും സാധ്യമാക്കി തീർത്തുകൊണ്ടും ആ ചെങ്കടലിനെ പിളർന്നും മോശയെയും ഇസ്രായേൽ ജനത്തെയും മറുകര നടത്തുന്ന ദൈവം. Yes, there is a purpose. ഈ ജനം ജീവിക്കുന്ന ദൈവത്തെ കാണണം, അനുഭവിക്കണം. There is a purpose behind this tragedy. ഇത് നാം മനസ്സിലാക്കണം ദൈവമക്കളെ. ജീവിതത്തിൽ ഭീരുവായി തീരരുത്. എല്ലാവരും അധൈര്യപ്പെട്ടു പോകുന്ന സ്ഥാനത്ത് പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ എൻ്റെ ദൈവം ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു. എന്നിട്ട് എന്നോട് പറയുകയാണ്, നീ കൈസറുടെ മുൻപിൽ നിൽക്കേണ്ടവനാണ്. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ഞാൻ നിനക്ക് ദാനമായി നൽകിയിരിക്കുന്നു. There is a purpose behind this tragedy. ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പരാജയങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, ക്ലേശങ്ങൾ വരുമ്പോൾ അധൈര്യപ്പെടേണ്ട. ദൈവത്തിന് ഇതിന്റെ പിന്നിൽ ഒരു വലിയ പദ്ധതിയുണ്ട്. There is a plan, there is a purpose behind this tragedy. ഇത് നാം മനസ്സിലാക്കണം. ഭയന്നു പോകരുത്, തളർന്നു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ഈ കർത്താവിനോടുകൂടി യാത്ര ചെയ്യണം. അവസാനമായി ധൈര്യപ്പെടണം. എന്തുകൊണ്ട് ധൈര്യപ്പെടണം? പൗലോസ് പറയുകയാണ്, My God is faithful and He is faithful in His promises. അവന്റെ വാഗ്ദാനങ്ങളിൽ അവൻ വിശ്വസ്തനാണ്. അവൻ ഒരു വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് വിശ്വസ്തനായി നിന്ന് അതിൻ്റെ അവസാന നിമിഷം വരെയും നിന്നെ കൈപിടിച്ച് നടത്തും. നിന്നെ കൈപിടിച്ച് നടത്തുന്നവനാണ്. My God is faithful in His promises. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വലിയൊരു വാഗ്ദത്തമാണ്. എന്താ വാഗ്ദത്തം? ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവനാണ്. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടി കടന്നാൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നദിയിൽ കൂടി നടന്നാൽ അവ നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ കൂടി നടന്നാൽ നീ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്തൊരു വാഗ്ദത്തമായത്! വെള്ളമില്ലെന്ന് പറഞ്ഞില്ല, നദിയില്ലെന്ന് പറഞ്ഞില്ല, തീയില്ലെന്ന് പറഞ്ഞില്ല, അഗ്നിയില്ലെന്ന് പറഞ്ഞില്ല. ഈ തീയും അഗ്നിയും നദിയും വെള്ളവും എല്ലാം ജീവിതത്തിലുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. വാഗ്ദത്തങ്ങളിൽ പൂർണ്ണമാക്കുന്ന വിശ്വസ്തനായ ദൈവം. He is faithful. Though I am unfaithful, my God is faithful. ഞാൻ അവിശ്വസ്തനാണെങ്കിലും എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ഇതല്ലേ യാക്കോബിന് നൽകിയ വാഗ്ദത്തം? ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്
ഈ വാഗ്ദത്തങ്ങളുടെ ഒക്കെ ഒരു വലിയ പൂർത്തീകരണമാണ്. യോസഫിന്റെ മക്കളായ മനേശയും എഫ്രയും ഇതാ യാക്കോബിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ യോസഫ് എഫ്രയും മനേശയുമായി പിതാവായി യാക്കോബിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ആ പിതാവ് യോസഫിന്റെ മുൻപിലേക്ക് നോക്കി, അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു വാക്ക് പറയുന്നുണ്ട്: നിന്റെ മുഖം കാണുമെന്ന് ഞാൻ കരുതിയതല്ല, എന്നാൽ ഇന്ന് നിന്റെ മുഖം കാണുവാനും നിന്റെ മക്കളുടെ മുഖം കാണുവാനും ദൈവം എന്നെ സഹായിച്ചിരിക്കുന്നു. എന്തനുഗ്രഹമായത്! വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അവൻ നമ്മളെ കൈവിടുന്നവനല്ല. അവൻ നമ്മളെ വീണ്ടെടുത്തവനാണ്. അവൻ നമ്മളെ പാർച്ചൊല്ലി വിളിച്ചവനാണ്. അവന്റെ അരികിലേക്ക്, അവന്റെ മാറിലേക്ക് നമ്മളെ ചേർത്തവനാണ്. നീ എനിക്കുള്ളവനാണ്, നീ എനിക്കുള്ളവനാണെന്ന് പറഞ്ഞ് അവന്റെ മാറോട് ചേർത്തവനാണ് യേശു. അതാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഭീരുവാകരുത്, അധൈര്യപ്പെട്ടു പോകരുത്, പ്രശ്നങ്ങളിൽ ആടി ഉലഞ്ഞു പോകരുത്. ശക്തിയുള്ളവരായി, ബലമുള്ളവരായി, ധൈര്യമുള്ളവരായി മുൻപോട്ട് പോകണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വലിയ വാഗ്ദത്തമുണ്ട്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഒരു വലിയ വാഗ്ദത്തമാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയത്. നോക്ക്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം വായിക്കുമ്പോൾ അനാഥത്വം അനുഭവിക്കുന്ന ശിഷ്യന്മാരാണ്, തികച്ചും അനാഥത്വം അനുഭവിക്കുന്ന ശിഷ്യന്മാർ. അവർ തികച്ചും അനാഥത്വം അനുഭവിക്കുകയാണ്. ഇതാ അവർ ഒരു മാളിക മുറിയിൽ ഒരുമിച്ച് കൂടുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ അവരുടെ അനാഥത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിൽ അടച്ചിരിക്കെ യേശു വന്നു, നടുവിൽ നിന്നു, അവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. പിന്നെ അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അത് കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല ശിഷ്യന്മാർ സന്തോഷിച്ചുവെന്ന്. ശിഷ്യന്മാർ സന്തോഷിച്ച ഒരു നിമിഷമാണത്. നിങ്ങൾ നോക്കിക്കേ, ആ ഭാഗം നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കണം. അത് തന്നെ ഒരു പ്രസംഗ വിഷയമാണ്. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ. അണ്ടർലൈൻ ചെയ്യണം അത്. നേരം വൈകുന്ന ജീവിത അനുഭവങ്ങൾ. നേരം വൈകിയാൽ എനിക്ക് എന്ത് സംഭവിക്കും? ഞാൻ ലക്ഷ്യമിട്ട സ്ഥാനത്തെത്താൻ കഴിയില്ല. നേരം വൈകിയ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലം, they become inactive. ഇതുവരെ ക്രിസ്തുവിനോടുകൂടി ശക്തരായി നിന്നവരാണ്. നേരം വൈകിയ ശിഷ്യന്മാർ ഇരുന്ന യഹൂദന്മാരെ പേടിച്ച് വാതിലുകൾ അടച്ച് they closed the door of their room. ഇനിയും ലോകത്തിലേക്ക് പോകുവാൻ ഞങ്ങളില്ല, ഈ മുറിയിൽ തന്നെ കഴിയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ ലോകം ഞങ്ങൾക്കൊരിക്കലും അനുകൂലമല്ല. They wanted to be there
So they closed the door. എല്ലാ വഴികളും അടഞ്ഞു കഴിഞ്ഞു. ഇനിയും ലോകത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അസാധ്യമാണ്. ജീവിതത്തിൽ അനാഥത്വം അനുഭവിച്ച ശിഷ്യന്മാർ കൈവിട്ടുപോയ അനുഭവമാണത്. ഇനി ആരുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് ഒരർത്ഥം നൽകാൻ, ഒരു രൂപം നൽകാൻ, ഒരു ഭാവം നൽകാൻ? ആരുണ്ട് ഞങ്ങളുടെ ജീവിതത്തിന്? ഞങ്ങളുടെ യജമാനൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നല്ലോ. എല്ലാം തകർന്ന അനുഭവമാണ്. യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്നു. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്. യേശു വന്നു എന്ന് തന്നെയാണ്. ജീസസ് said, I will come. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുമെന്നും അരുളി ചെയ്തവനായ ദൈവം, വാഗ്ദത്തം നൽകിയവൻ, വാഗ്ദത്തം പൂർത്തീകരിക്കുന്നതിന് അവരുടെ മധ്യത്തിലേക്ക് വന്നു. He came. വരുന്നവനായ യേശു, എൻ്റെ ജീവിതത്തിലേക്കും വന്നവനായ യേശു. അതുകൊണ്ട് ഇന്ന് ഈ ദൈവവചനവുമായി ഇവിടെ നിൽക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദൈവം, എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ വന്ന ദൈവം, അവൻ എന്നെ തളരുവാൻ അനുവദിക്കുന്നവനല്ല, ക്ഷീണിക്കുവാൻ അനുവദിക്കുന്നവനല്ല, അധൈര്യപ്പെട്ടു പോകുവാൻ അനുവദിക്കുന്നവനുമല്ല. അവൻ എന്നെ ശക്തനായി നിർത്തുന്നവനാണ്. കണ്ടോ, അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. അവരെ കാണിക്കേണ്ടതാണ് അവരെ കാണിച്ചത്. ക്രിസ്തുവിൻ്റെ മുറിവുകൾ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മറുകുകൾ.